ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ ഇന്നത്തെ വിശേഷമായിട്ടാണ് കേട്ടോ. വെള്ളിയാഴ്ചക്കത്തെ കുറച്ച് വിശേഷമായിട്ടാണ്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ വിഭവത്തിൻ്റെ റെസിപ്പി എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഒരുപാട് അങ്ങോട്ട് വിശദീകരിച്ചിട്ട് ഇട്ടിട്ടൊന്നുമില്ല, ഒരുപാട് കാണിച്ചിട്ടൊക്കെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയപ്പോഴും ഒന്ന് വീഡിയോ എടുത്തെന്ന് മാത്രം. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം. ഒരുപാട് ലെങ്ത്തുള്ള വീഡിയോ ഒന്നുമല്ല കേട്ടോ. അന്ന് ഉച്ചക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് മന്തിയാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു മന്തീൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഒരുപാട് മന്തീൻ്റെ റെസിപ്പികൾ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണേണ്ടവരൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കി തന്നെ വളരെ നേരം വൈകിയിട്ടാണ്, എന്നാലും ജുമാൻ്റെ നേരം ആകുമ്പോഴത്തേന് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചറൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല രുചിയുള്ള മന്തി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു 11:30ക്ക് ശേഷമാണ്. കടയിലൊക്കെ പോയി സാധനം വാങ്ങിക്കൊടുന്നതിന് ശേഷമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. മക്കളൊന്നും ഇല്ലായിരുന്നു വീട്ടിൽ. അപ്പോൾ ഞാൻ സാധാ ചോറും കറിയൊക്കെ ഉണ്ടാക്കാമെന്നുള്ളൊരു പ്ലാനിൽ തന്നെയായിരുന്നു. പിന്നേക്ക് ഇങ്ങനെ ആലോചിച്ചപ്പോൾ തോന്നി, എന്നിപ്പോൾ തന്നെയല്ലേ ഉണ്ടാക്കുന്നത്, ഇന്ന് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വെച്ചിട്ട് മന്തി ഉണ്ടാക്കാമെന്ന് വെച്ച്. എനിക്ക് സാദാ ചോറും കൂട്ടാനൊക്കെ വെക്കണതിൽ എളുപ്പമാണ് കേട്ടോ. ഈ മന്തി, ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനത്തെ ഒക്കെ സംഭവം ഉണ്ടാക്കാൻ എനിക്ക് ഒന്നും കൂടി ഈസി ആയിട്ടാണ് തോന്നൽ കേട്ടോ. അപ്പോൾ പച്ചക്കറികളൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ കടയിൽ പോയിട്ട് പച്ചക്കറികളും മേടിച്ചിടുന്നു. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ കട, നമുക്ക് തന്നെ പോയി വാങ്ങാൻ പറ്റുന്ന സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ എനിക്ക് മന്തിയിലേക്ക് എങ്ങനെയായാലും ഒരു കറി കൂടി വേണം കേട്ടോ. മയോണൈസും ചമ്മന്തി അല്ലാതെ ഒരു കറിയും കൂടി ഉണ്ടാക്കിയാലേ ഞാൻ മന്തി കഴിക്കുള്ളൂ. ഞാൻ മാത്രമല്ല, വീട്ടിലെല്ലാവരും മന്തി അങ്ങനെ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് എന്താ പറയുക, സ്പൈസസ് ഒന്നും ഇല്ലാത്ത നമ്മൾ അറബി നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ഉണ്ടാക്കൽ. അപ്പോൾ അതിലേക്കുള്ള പച്ചക്കറികളൊക്കെ ഞാൻ ആദ്യം തന്നെ നുറുക്കി വെച്ചിട്ട്, നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ എല്ലാ അരിയലും ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ. പിന്നെ ഈ അരിയണ ക്യാപ്സിക്കം മന്തിയിലോട്ടുള്ളതാണ്, ബാക്കിയുള്ളത് കറിയിലേക്കുള്ളതാണ് കേട്ടോ. അങ്ങനെ രണ്ട് ഇതിലൊക്കെ വെച്ചിട്ട് ചിക്കനൊക്കെ നല്ലോണം കഴുകി വാർത്ത് നല്ലോണം വെള്ളം ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഫോർക്കോ എന്തെങ്കിലും കൊണ്ടൊന്ന് കുത്തി കൊടുക്കണം ചിക്കന്. എന്നാലേ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ടും നല്ല ഇതിൽ കിട്ടുള്ളൂ കേട്ടോ. നമ്മളിങ്ങനെ മറ്റേതൊരു ഡ്രൈ ആയി കടിച്ചാലും വലിച്ചാലും പോരാത്ത മാതിരി ആയിപ്പോൾ അങ്ങനെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മന്തിയിലേക്ക് തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് അതിൻ്റെ മസാലകളും ഇതൊക്കെ ഒന്ന് ഇറങ്ങി ജ്യൂസി ആയി വരാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കണം കേട്ടോ. എന്തെങ്കിലും കുത്തി കൊടുത്താൽ മതി. അപ്പം ഞാൻ ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലേ നല്ല ജ്യൂസി ആയിട്ട് തന്നെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എന്താ നമ്മൾ മന്തിക്ക് ഒന്നാമത് നമ്മൾ ചിക്കൻ നല്ലോണം ഡ്രൈ ആക്കി എടുക്കുക, അത്ര വേണം കേട്ടോ. വെള്ളത്തോടെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും മന്തി ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടേസ്റ്റും അതിൻ്റെ ഒരു പെർഫെക്റ്റ് നമുക്ക് മന്തിയിൽ ഇങ്ങോട്ട് കിട്ടൂല. എന്നിട്ട് ഞാനിതാ ഒരു ക്യാപ്സിക്കം മുഴുവൻ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. പിന്നെ കുരുമുളക് മുഴുവനായിട്ടുള്ളത് എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് പൊടിച്ച് വെച്ചിട്ടുള്ള നല്ലോണം നൈസാക്കി പൊടിയുമല്ല, അപ്പോൾ അതൊരു ടേബിൾ സ്പൂണോളം ആ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നല്ല ജീരകമില്ലേ, അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ചെറിയ ജീരകം ഒരു അര സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മന്തി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ സ്പൈസസും കൂടി ഓൾ സ്പൈസസ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മാഗി ക്യൂബാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 3 മാഗി ക്യൂബ് ഇത് 1 കിലോ ചിക്കൻ്റെ മേലുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3 ഞാൻ ഇട്ടെടുത്തിട്ടുണ്ട്. 3 4 നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. ഉപ്പ് കൂടി പോവരുത് കേട്ടോ. നമ്മൾ ഇട്ടെടുത്തിട്ട് നമ്മളൊന്ന് 3 ഇട്ടെടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കണം. ചില മാഗി ക്യൂബിൽ ഒരുപാട് ഉപ്പുണ്ടായിരിക്കും, ചിലതിൽ ഉപ്പ് കുറവുമായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 4 വരെയൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ 3 ഇട്ടിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ നല്ലോണം ഉപ്പുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുള്ളത് ഒരു 3/4 കപ്പോളം വരൂല കേട്ടോ. ഒരു അര കപ്പിൻ്റെ കുറച്ചും കൂടി എടുത്തിട്ടുണ്ട്. എന്നാലിട്ട് 3/4 കപ്പ് തികയില്ല, അത്രക്കാണ് ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഇതിൽ ഓയിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതേമാതിരി ഒരുപാട് കുറഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും മന്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പാകത്തിനനുസരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ കൈയേറ്റ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൽ കുറച്ച് കളർ ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. ഒരുപാട് കളറൊന്നും ഇട്ടിട്ട് ഇതാക്കണില്ല. എനിക്ക് പിന്നെ പൊതുവേ കളർ ഇടുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ല കേട്ടോ.
പിന്നെ കാണുമ്പോഴുള്ളൊരു ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ആയതുകൊണ്ടാണ് ഞാനൊരു നുള്ള് കളറ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ മന്തി ഉണ്ടാക്കുമ്പോൾ കളർ ഇടാറില്ല വീട്ടിലുണ്ടാക്കുമ്പോൾ. പിന്നെ നമ്മൾ വീഡിയോക്ക് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ കുറച്ചൊരു കളർ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഭംഗി, കാണാനൊരു ഭംഗി വേണ്ട. എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും നമുക്കത് ഫസ്റ്റ് നമ്മളതിൻ്റെ ഭംഗിയാണ് നോക്കൽ. ഞാനങ്ങനെയാണ് കേട്ടോ. എന്താണ് അത് ഒന്ന് കണ്ട് ആസ്വദിച്ചിട്ട് പിന്നെ അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് ഞാൻ കഴിക്കുള്ളൂ. അപ്പോൾ ഞാനിത് എല്ലതും മിക്സ് ചെയ്തിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അടുപ്പത്തേക്ക് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഓട്ട ഒരു കറാമ്പൂവ് വെച്ചിട്ട് അടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവി പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനത്തെ ലിഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അടച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആവി പുറത്തേക്ക് പോവില്ല. ഞാനിത് ഒരു പ്രാവശ്യം ഇപ്പോൾ മറിച്ചിട്ടിട്ടോ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒന്ന് മറിച്ചിട്ട്, എന്നിട്ട് അപ്പുറത്തെ ഭാഗം 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വെക്കുക. പിന്നെ ഒരു എന്താ പറയുക, ഒരു 8-10 മിനിറ്റ് ലോ ഫ്ലെയിമിലും കൂടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കന് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ അപ്പുറത്തെ അടുപ്പ് തന്നെ ഞാൻ ചോറും വേവിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് സെല്ല റൈസാണ്, ബസുമതീൻ്റെ സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത്. ഇപ്പുറത്തെ അടുപ്പത്ത് ഞാൻ പറഞ്ഞില്ല കറി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. ഇതാണ് കറി കേട്ടോ. ഞാൻ വിശദീകരിച്ചൊന്നും പറയില്ല. ഞാൻ ഇതിൻ്റെ വീഡിയോ കുറേ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ കറി വെറുതെ ബസുമതി റൈസ് വേവിച്ചിട്ട് ഈ കറിയും കൂട്ടിയിട്ട് ചിക്കൻ പൊരിച്ചതും കൂട്ടി കഴിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഇതിൽ ഒരു സ്പൈസസും ഇടൂല കേട്ടോ. മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയോ പച്ചമുളകോ പിന്നെ ഒന്നിൻ്റെ ഒരു ഇത് ആ കറിയിൽ ഇടൂല കേട്ടോ. ഏലക്കായ്, കറാമ്പട്ട, അങ്ങനത്തെ ഒരു സ്പൈസസും ആ കറിയിൽ ഇടൂല. വെറുതെ പിന്നെ ചിക്കൻ്റെ സ്റ്റോക്കിൽ ഉപ്പും കൂട്ടിയിട്ട് നമ്മൾ വേവിച്ചിട്ട് എടുത്തിട്ടാണ് ആ കറി ഉണ്ടാക്കൽ, ഒരു പ്രത്യേക രീതിയിൽ. പിന്നെ അതാ ഞാൻ മന്തിയൊക്കെ ആയപ്പോൾ അതിന് കുറച്ച് ഓയിൽ ഞാൻ ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചോറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു വറ്റും പൊട്ടാത്ത രീതിയിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. പിന്നെ എടുത്ത് വെച്ചിട്ടുള്ള ഓയിൽ അതിന് മേലെ ഒഴിച്ചും കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മേലെ ഞാൻ കളറ് യൂസ് ചെയ്യണില്ല കേട്ടോ. ഇനി ഞാൻ പറഞ്ഞില്ലേ കളറ് ഇടുന്നതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മേലെയും കളറ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇട്ടിച്ച് കൊടുക്കുക. റെഡ് കളറും യെല്ലോ കളറും ഒക്കെ ഒന്ന് വെള്ളത്തിലൊന്ന് ചാലിച്ചിട്ട് ഒന്ന് ഒഴിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മതി. അപ്പോൾ ഇളക്കുമ്പോൾ നമുക്ക് നമ്മളെ റൈസിനൊക്കെ ആ കളറ് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കളർ ഉപയോഗിക്കണില്ല. ഇനി മൂടി വെച്ചിട്ട് ഞാനൊരു 8 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പച്ചക്കറികളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് പച്ചക്കറി മുറിച്ചിട്ടില്ല. അതുകൊണ്ട് ഉണ്ടാക്കാനും സിമ്പിളാട്ടോ. അറഞ്ചും മുറഞ്ചും മുറിച്ചങ്ങോട്ട് ഇട്ടാൽ മതിയല്ലോ. പിന്നെ ഈ തേങ്ങാപ്പാലൊന്നുമല്ല കേട്ടോ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. കോൺഫ്ലവർ കലക്കിയിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ കറിക്ക് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ചിട്ട് കോൺഫ്ലവറാണ് ഒഴിച്ചു കൊടുക്കൽ. അപ്പോൾ അതിന് ഗൾഫിൽ എന്താണ് അറബി നറുക്ക് അങ്ങനെ എന്തോ പറയലെന്നൊക്കെ പറയലുണ്ട് ഇവിടെ റഷീദാക്കട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ കറി. അപ്പോൾ ഞാനിതാ കറിയൊക്കെ റെഡിയാക്കി എടുത്തിക്കണം. ഇത് പിന്നെ തൂമിക്കണതാക്കണ പരിപാടി അങ്ങനത്തെ ഒരു പരിപാടി ഇതിലില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ആ കറീൻ്റെ ടെക്സ്ചർ കിട്ടൽ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഈ കറി ഒന്ന് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളത്. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഫസ്റ്റ് കുറേ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം കേട്ടോ. പിന്നെ അതാ ഞാൻ മന്തി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഞാൻ വെച്ചിരിക്കണം കേട്ടോ. ഇറച്ചിയൊക്കെ എടുത്ത് മാറ്റിയതിൻ്റെ ശേഷം റൈസ് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് പാത്രത്തേക്ക് വിളമ്പണം. അപ്പോൾ അതിന് ജുമ്മയൊക്കെ പിരിഞ്ഞ് മക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിനി ചോറുണ്ണാൻ പോവുകയാണ്. അപ്പോൾ ഇതാ ഇനി റൈസിൻ്റെ മേലേക്കാണ് ഞാൻ ചിക്കന് എടുത്ത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് ബീഫിൻ്റെ മന്തി ഒരു പ്രാവശ്യം ഉണ്ടാക്കണം ഇൻഷാ അല്ലാ. ഞാൻ ബീഫിൻ്റെ മന്തി ഇതിൽ ഇട്ടിട്ടില്ല. ഇനി ഒരിക്കലും ഉണ്ടാക്കിയിട്ട് കാണിക്കേണ്ട കേട്ടോ. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മയോണൈസും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ തക്കാളി ചട്നി ഇല്ലേ, ചമ്മന്തി ഉണ്ടാക്കൂലേ, അതും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പുതിനൊക്കെ ഇട്ടിട്ടുള്ള മന്തിൻ്റെ കൂടെ തന്നെ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടൂലേ ഒരു ചമ്മന്തി, അതും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതും ഇവിടെ ഒരുപാട് ഇഷ്ടമാണ് മക്കൾക്കൊക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ കറി റൈസ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും.